ഫ്രണ്ട്സ്, യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഡിവൈൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 1 കാർഡ് എടുക്കുന്നുള്ളൂ ഡിവൈൻ മെസ്സേജ് നോക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും നിശബ്ദമായിട്ട് ഒരു സൈലൻറ്റ് ഏരിയ, നിശബ്ദം എന്ന് പറഞ്ഞാൽ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിൽ പോയിട്ട് ഡീപ്പ് ബ്രീത്തിങ് എടുക്കുക, 3 ടൈംസ് ചെയ്യുക. റിലാക്സായ മൈൻഡിൽ നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിനോട് ഗൈഡൻസ് ചോദിക്കുക. അപ്പം നമുക്ക് നോക്കാം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മുമ്പിൽ എപ്പോഴാണോ വരുന്നത് അപ്പോൾ മുതലാണ് റെസനേറ്റ് ചെയ്യുക. അപ്പോൾ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന മാത്രം എടുക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ളൊരു ഡിവൈൻ ഗൈഡൻസ് കേട്ടോ. ഫോണിന് ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് സൗണ്ടിന് കുറച്ച് വേരിയേഷൻ ഉണ്ടാവും. നിങ്ങളെന്നോട് ക്ഷമിക്കുക. ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ അതിനുള്ളൊരു വഴി ഞാൻ കണ്ടെത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വീൻ ഓഫ് വാൻസ് ആണ്. ക്വീൻ ഓഫ് വാൻസ് എന്ന് പറയുകയാണെങ്കിൽ അംബീഷൻ പരമായിട്ട് അവരുടെ എന്താണോ ആംബിഷൻ അതിൽ സക്സസ് ആയിട്ടിരിക്കുന്ന ഒരു വനിതയാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ലൈഫായിരിക്കും ചിലപ്പം ആ യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ ഈ ഒരു വനിതയുടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ അവരുടെ അറിവുകൾ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ ഒരു ശേഷിയുള്ളൊരു വനിതയാണിത്. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ അറിവും ഉള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾ ഭാവിക്കരുത്. ചില കാര്യങ്ങൾ ലൈഫിൽ പല സിറ്റുവേഷനിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാം എനിക്ക് ചിലപ്പോൾ ഡിഗ്രി വൈസ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും കാര്യമൊക്കെ ഉണ്ടാവും. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഓരോ പോയിന്റിൽ എത്തുമ്പോഴാണ് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആരും എപ്പോഴും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും ലൈഫിൽ ഓരോ ടൈമിൽ ഓരോ കാര്യങ്ങളും പുതിയ അറിവുകളൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ അത് ഒരു ഈഗോ ആയിട്ട് വെച്ചിരിക്കാതെ നിങ്ങളെക്കാൾ ഏജ് കുറഞ്ഞവരാണെങ്കിലും നിങ്ങളുടെ ജൂനിയേഴ്സ് ആണെങ്കിൽ, അതായത് പ്രൊഫഷണൽ നിങ്ങളുടെ ജൂനിയേഴ്സ് ആണെങ്കിൽ പോലും അവരെന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് വിലയിരുത്തുക. അതായത് അത് മനസ്സിലാക്കിയിട്ട് അതിന് ആ ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കുക. അല്ലാതെ അവരെന്നേക്കാൾ കഴിവില്ലാത്തവർ അവർ പറയുന്ന മൈൻഡ് ആക്കേണ്ട, അങ്ങനെയല്ല. ചിലപ്പോൾ ലൈഫിൽ സക്സസ്സിൽ അവരുടെ വാക്കുകൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഈഗോ ഒഴിവാക്കാനുള്ള ഒരു കാര്യമാണ്. ലൈഫിൽ ഈഗോ ഉള്ള വ്യക്തിയാണെങ്കിൽ ഈഗോ ഒക്കെ ഒഴിവാക്കി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സക്സസ് ആവും എന്നാണ് ഈ ഒരു കാർഡിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഒരു സൈഡെന്ന് പറയുന്നത്. ഈഗോ ആണ് കാണിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള സൈഡ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്കിംഗ് എല്ലാം ചെയ്ത് നിങ്ങൾ ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു ഫേസ് എല്ലാം ഒത്തിരി പേരുടെ ചുറ്റും നിൽക്കുന്നവരോട്, അതായത് നിങ്ങൾക്കറിയാത്ത വ്യക്തികളോട് പോലും നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ട ചില സന്ദർഭങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ ഫൈറ്റ് ചെയ്ത് സക്സസ് ആയിട്ടിരിക്കുന്ന ഒരു ലേഡിയാണിത്. അപ്പോൾ ക്വീനാണ് പറയുന്നത്. ക്വീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം രാജ്ഞിയാണ്. അപ്പോൾ അവർ സക്സസ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എംബിഷൻ പരമായിട്ട് എല്ലാം സക്സസ് നിങ്ങളിലേക്ക് വരും. അപ്പോൾ അതിലേക്ക് നിങ്ങൾ മുന്നേറാനാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നിങ്ങളുടെ ലൈഫിൽ, അതായത് നിങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഇതൊക്കെ ഒന്ന് വിട്ട് കളയാനാണ് പറയുന്നത്. കാരണം നിങ്ങൾ ലൈഫിൽ നിങ്ങളുടെ എംബിഷനിൽ നിങ്ങൾ സക്സസ് ആവുന്ന ഒരു സമയം നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ ഒരു ഡിവൈൻ മെസ്സേജ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു.